ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നതെല്ലാം. അപ്പോൾ വീഡിയോയിലൂടെ ഞാൻ ഫുള്ളായിട്ട് ഷെയർ ചെയ്തിട്ടില്ല. ഞാൻ താഴത്തെ ഭാഗങ്ങളെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ പിന്നീട് ഹോം ടൂറായിട്ട് വരുന്നതാണ്. ഇപ്പോൾ അത് എടുക്കാൻ വിട്ടുപോയിട്ടോ, മുകൾ ഭാഗം എല്ലാം എടുക്കാൻ വിട്ടുപോയി. അപ്പം ഇനി ഞാൻ നാട്ടിലെത്തിയിട്ട് ഞാൻ ഹോം ടൂറുമായിട്ട് വരുന്നതാണ്. ഇപ്പോൾ ഈ കാണുന്നത് നിങ്ങൾ ഈ അരുവിയുടെ അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടൊരു ബെഞ്ച് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ. അപ്പം മഴക്കാലത്ത് ഇവിടെ വരുമ്പോൾ നല്ല രസമായിരിക്കും. അപ്പോൾ പലരും അങ്ങനെ മഴക്കാലം പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് ഇവിടെ വന്ന് അരുവിയുടെ കളകളാരവെല്ലാം കേൾക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല ഞങ്ങൾ തന്നെ ഇപ്രാവശ്യം വീടുണ്ടായിട്ട് ആദ്യത്തെ മഴക്കാലം വരുമ്പോൾ ആണ് ഞങ്ങളും അതിൻ്റെ ഒരു ആസ്വദിക്കുന്നത്, അതിൻ്റെ ഒരു ഇത് ആസ്വദിക്കുക. പക്ഷേ എത്ര വെള്ളം കൂടുതലുണ്ടെങ്കിലും വെള്ളമൊന്നും ഉള്ളിലേക്ക് വരില്ല, അങ്ങനെ ഒഴുകിപ്പോയിക്കോളും. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിൻ്റെ മുന്നേയായിട്ട് ഞാനിത് അവിടെ താഴേക്ക് ഒന്ന് കാണിക്കാം. അപ്പോൾ മുകളിലെ ഭാഗം പിന്നീട് എടുത്ത് കാണിക്കാം. ഇപ്പോൾ താഴത്തെ ഭാഗം ഒന്ന് ചെറുതായിട്ട് കാണിക്കാം. ഇപ്പം അത് മറന്നു പോയതാണ്. സത്യം പറഞ്ഞാൽ ഞാൻ എടുത്തു എന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ എടുത്തിട്ടില്ല എന്ന് അപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാ പൂജാ റൂമാണ്. പിന്നെ മുകളിലേക്ക് പോകുന്ന സ്റ്റെയർ കേസിൻ്റെ അവിടെയെല്ലാം മക്കളെല്ലാം ഫോട്ടോ കൊണ്ട് നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ പഴയകാല ഫോട്ടോസൊക്കെ ഇവിടെ ഇതൊക്കെ ഓൺലൈനിൽ നിന്ന് ഇങ്ങനെ ഫ്രെയിം വാങ്ങിയിട്ട് ഇവർ അതിൻ്റെ ഉള്ളിൽ വെച്ചതാണ് കേട്ടോ. നല്ലതാണ് ഇത് സംഭവം. നമുക്കധികം കോസ്റ്റ്ലി ആവില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും മേടിക്കണമെങ്കിൽ ഓൺലൈനിൽ നിന്ന് ഫ്രെയിം വാങ്ങിയാൽ മതി. എന്നിട്ട് നമ്മൾ പ്രിൻ്റ് എടുത്തിട്ട് ഫോട്ടോസ് എല്ലാം ഇങ്ങനെ വെച്ചതാണ്. മക്കളുടെ ഐഡിയയാണിത്. അപ്പം നമ്മുടെ കുറേ മുന്നത്തെ ഫോട്ടോസും എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഇനിയും കുറച്ച് ഓർഗനൈസൊക്കെ ചെയ്യാനുണ്ട്. നമ്മളെല്ലാം ഒന്നും ഓർഗനൈസ് ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടില്ല. അപ്പം ഇനി വെക്കേഷനൊക്കെ പോകുമ്പോൾ എല്ലാം ബാക്കി ചെയ്യണം. അപ്പോൾ മുകളിലേക്ക് പോകുന്ന സ്റ്റെയർ കേസിൻ്റെ അവിടെയാണ് ഇത് വെച്ചിട്ടുള്ളത്. മുകൾ ഭാഗത്ത് നമ്മൾ കയറി ചെല്ലുന്ന അവിടെ സ്റ്റോപ്പ് ആവുന്നത് ഇവിടെ വരെയാണ്. അപ്പോൾ താഴത്തുനിന്ന് ഇവിടെ സ്റ്റെയർ കേസിൻ്റെ അതുവരെ വെച്ചിട്ടുണ്ട് ഫോട്ടോ കേട്ടോ. അപ്പം ഇവിടെ ഞങ്ങളിങ്ങനെ ഒരു മിറർ വെച്ചതാണ്, എന്നിട്ട് അവിടെ കർട്ടൻ ഇട്ടതാണ്. അപ്പോൾ ഇത്ര വരെ എടുക്കാൻ പറ്റിയുള്ളൂ മുകളിൽ. രാവിലെ എണീറ്റ് വിളക്കെല്ലാം കത്തിച്ച് കഴിഞ്ഞു. അപ്പം ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ദോശ ഉണ്ടാക്കുന്ന പണിയേ ഉള്ളൂ. ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം രാവിലത്തെ ദൃശ്യമാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. അപ്പം ഞാൻ ഹൗസ് വാമിങ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ കുറച്ച് ദിവസം നിന്നു. 1 മാസത്തോളം ഞാൻ നിന്നു കേട്ടോ. ഇവർ മക്കൾക്കെല്ലാം ക്ലാസ് ഉള്ളതുകൊണ്ട് അവർ ബാംഗ്ലൂർക്ക് പോകുന്നിരുന്നു. അപ്പം ഞാൻ 1 മാസം നാട്ടിൽ നിന്നിരുന്നു. ആ സമയത്ത് എടുത്ത വീഡിയോ ആണത്. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഇവിടെ കുരങ്ങന്മാരുടെ ഒരു ഡാൻസ് കളിയാണ് കേട്ടോ. ഒരു പറ്റം കുരങ്ങന്മാർ അങ്ങ് ഇറങ്ങി വരും ഇടയ്ക്ക്. എന്നിട്ട് ആകെ എല്ലാ വീടുകളിലും കയറി പലതും നശിപ്പിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതുപോലെ ഈ മതിലിൻ്റെ മുകളിലൂടെയൊക്കെ നടക്കുന്നുണ്ട് കുരങ്ങൻ.
ഹൗസ് വാമിങ്ങിന് വന്ന എല്ലാവർക്കും ഇഷ്ടമായ ഒരു ഏരിയയാണ് കേട്ടോ ഇത്. ഞങ്ങളുടെ വർക്ക് ഏരിയ കുറച്ച് വലുതാണ്, വിശാലമായിട്ടുള്ള. അവിടെ ഗ്രില്ലും കൂടി ഉണ്ട്, അപ്പോൾ പുറത്തേക്ക് നല്ല കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ചോറ് ഞാൻ അടുപ്പിലാണ് വെക്കുന്നത്. പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ല, അമ്മയും അച്ഛനും, ഹസ്ബൻഡ് അച്ഛനും അമ്മയും വരും ചോറുണ്ണാൻ. ഉച്ചയ്ക്കും വൈകുന്നേരം അവർ ചോറുണ്ണുണ്ടാവും. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു മുരിങ്ങ എടുക്കാമെന്ന് കേട്ടോ. നല്ല മുരിങ്ങ ഇങ്ങനെ നല്ല തൂമ്പ് ഇലയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് പറിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ വലിയ മരം ഉണ്ടായിരുന്നു, അത് വെട്ടിക്കൊടുത്തതിന് ശേഷം അതിന്മേൽ തളിർത്ത് വന്നതാണ്. അപ്പോൾ കുറേ ദിവസമായി ഞാനത് വെക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇന്ന് മുരിങ്ങയും പരിപ്പും കൂടി ഇട്ട് കറി വെക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള മുരിങ്ങയാണ്, നല്ല സ്മെല്ലാണ് കേട്ടോ. ഈ തൂമ്പല്ലേ ഇതിന് തളിർപ്പ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ബാംഗ്ലൂർ എനിക്ക് ഇതൊക്കെയാണ് മിസ് ചെയ്യുക. ഇവിടെ നാട്ടിലാവുമ്പോൾ ഇതെല്ലാം ഇഷ്ടം പോലെ ഇലക്കറികൾ എല്ലാം നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടാവുമല്ലോ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ മുരിങ്ങയാണ് ഇന്നത്തെ കറി. അപ്പോൾ അങ്ങനെ ഈ മുരിങ്ങയുടെ കുറ്റിയിൽ തെഴുത്ത് വന്ന മുരിങ്ങ എല്ലാം ഞാൻ എടുത്തു കേട്ടോ കറി വയ്ക്കാൻ വേണ്ടിയിട്ട്. കുറച്ചേ ഉള്ളൂ എങ്കിലും അത് മതിയല്ലോ. അപ്പോൾ ഇനി മുരിങ്ങയും പരിപ്പും കൂടിയും കറി വയ്ക്കണം. പിന്നെ ഉപ്പേരി, മീനെല്ലാം വറക്കാനുണ്ട്. അപ്പോൾ ചോറ് ഇതാ നല്ല കുത്തരിച്ചോറാണ്. അപ്പോൾ നല്ല പോലെ നമ്മൾ അടുപ്പിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നാട്ടിലെ വെള്ളത്തിന് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ ബാംഗ്ലൂരൊക്കെ കിട്ടുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ പറ്റ പോക്ക് വെള്ളമാണ്, ഹാർഡ് വാട്ടറാണ്, ക്ലോറിൻ കലർന്ന വെള്ളം. നമ്മുടെ കിണറ്റിൽ നിന്നും കോരിയ വെള്ളത്തിന് ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ എല്ലാത്തിനും ടേസ്റ്റായിരിക്കും. ഇവിടെ ഞാൻ കുടിക്കാൻ വേണ്ടി വെള്ളം തിളപ്പിക്കുകയാണ്. മുരിങ്ങയിലേക്ക് കുക്കറിൽ പരിപ്പ് വെച്ചിട്ടുണ്ട്, മുരിങ്ങയില കറി വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് പെട്ടെന്ന് രാവിലെ തീരുമാനിച്ചതാണ് ഞാൻ ഇങ്ങനെയൊക്കെ തീരുമാനിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് വീഡിയോയും കൂടി അങ്ങ് എടുത്തേക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് തുടങ്ങിയതാണ് കേട്ടോ. സമയം ഇപ്പം തന്നെ 11:30 ആയി. അപ്പോൾ അച്ഛൻ വരുമ്പോൾ അച്ഛന് കറക്റ്റ് 12:30 ആകുമ്പോഴത്തേക്ക് ചോറ് വേണം. അപ്പോൾ അതിനുള്ള തത്രപ്പാടിലാണ് ഞാൻ. ഞങ്ങളുടെ കിണർ ഇവിടെ അടുക്കളയുടെ ഇവിടെ തന്നെയാണ് കിണർ. അപ്പോൾ കിണറിൽ നിന്നും വെള്ളം വേണമെങ്കിൽ മുക്കിയെടുക്കാനുള്ള സൗകര്യമുണ്ട് നമുക്ക്. ഗ്രില്ലിട്ട് വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ ഞാൻ വലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലും ജന്തുക്കളെല്ലാം ചാടില്ലേ അല്ലെങ്കിൽ. അപ്പോൾ അത് കോരി എടുക്കണമെങ്കിൽ നമുക്ക് കോരിയെടുക്കാം. അതിനുള്ള ഒക്കെ ഒരു നാട്ടിലെന്ന് പറഞ്ഞാൽ ഒരു ഇതിനെല്ലാം ഉള്ള ഒരു സൗകര്യം ഉണ്ടല്ലോ. ഇതൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ബാംഗ്ലൂരൊക്കെ നിൽക്കുമ്പോൾ മിസ്സാവുക. ഈ വെള്ളം തന്നെയാണ് കേട്ടോ. ചായ വെക്കുമ്പോൾ പോലും നമുക്ക് ടേസ്റ്റ് മാറും. വെള്ളത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ കട്ടൻ ചായ ഉണ്ടാക്കുമ്പോൾ അതിൽ കൂടിയും അതിൻ്റെ ടേസ്റ്റ് അറിയാൻ കഴിയും. അപ്പോൾ ഇതാ തറവാടും ഏട്ടൻ്റെ വീടും അനിയൻ്റെ വീടും എല്ലാം തൊട്ടടുത്ത് തന്നെയാണ്, ഒരു പേടിയുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ മീനെല്ലാം ടൗണിൽ പോയപ്പോൾ വാങ്ങിയിട്ട് മാന്തൾ മീനാണ് കേട്ടോ. മാന്തൾ ഞാൻ ഉപ്പും മുളകും എല്ലാം തിരുമ്മി വെച്ചിരുന്നു ഫ്രിഡ്ജിൽ. അപ്പം വൻപയർ ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട്. പിന്നെ പരിപ്പ് മുരിങ്ങ കറിയും എല്ലാം റെഡിയായി. ചോറ്. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു നാടൻ വിഭവങ്ങളുമായിട്ട് കൂടെ ഒരു മീനിൻ്റെ കഷ്ണം കൂടി ആയാൽ ഉഷാറായല്ലോ അല്ലേ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വ്ളോഗ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഞാൻ ഇവിടെ ചോറുണ്ണാൻ വേണ്ടി റെഡി ആവുകയാണ്. ഹസ്ബൻഡ് അച്ഛനും അമ്മയെല്ലാം ചോറുണ്ടു കേട്ടോ. അപ്പോൾ ഇനി അവരെ വീഡിയോയിൽ കാണിക്കാൻ ഞാൻ വിട്ടുപോയി. ഇനി വേറൊരു ദിവസം കാണിക്കാം. തിരക്ക് കാരണം അത് വിട്ടു. വീഡിയോ എടുക്കലും പിന്നെ എല്ലാം പണികളും എല്ലാം ഞാൻ തന്നെ എടുക്കേണ്ടതുകൊണ്ട് ഞാനത് വിട്ടുപോയി. അങ്ങനെ ഇതാ ഞാനിവിടെ തലേ ദിവസത്തെ മീൻ കറിയും ഉണ്ടായിരുന്നു. അപ്പം പരിപ്പ് മുരിങ്ങ കറിയും കൂട്ടി ചോറ്. ഇനി എന്താല്ലേ നമുക്ക് വേണ്ടത്? ഇതൊക്കെ തന്നെയാണ് നമ്മുടെ നാടൻ ഭക്ഷണം എന്ന് പറയുന്നത്, ഇതൊക്കെയാണല്ലോ. അപ്പം എനിക്കും ഇഷ്ടം ഇതൊക്കെ തന്നെയാണ്. പിന്നെ കൂടെ ഒരു മീനും കൂടി ഉണ്ടെങ്കിൽ കുശാലായി അല്ലേ. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയ ആളുകൾ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസുമായി ഉടൻ തന്നെ വരാം. ടിൽ ദെൻ ബൈ.